നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവരികയാണ്. ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്കും കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മറാത്താവാടയ്ക്ക് മുകളിലായി നിലവിൽ നിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത്. നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് നാളെ വരെ പരക്കെ മഴയ്ക്കുള്ള സാധ്യതയുള്ളത്. ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലയോര മേഖലയിലും ജാഗ്രത നിർദ്ദേശം തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പലയിടങ്ങളിലുമാണ് മഴ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വടക്കൻ ജില്ലയിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നു. രാത്രിയോടുകൂടി തെക്കൻ ജില്ലയിലും പലയിടങ്ങളിൽ ഈ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നദീതീരങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിന്റെ ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചിലപ്പോൾ ശാന്തമായി കിടക്കുന്ന നദിയിലേക്കായിരിക്കും പെട്ടെന്ന് ഈ വെള്ളം അതിന്റെ ശക്തി കൂടുതലായി വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഈ പുഴയിൽ ഇറങ്ങിയോ അല്ലെങ്കിൽ ഈ ഇത്തരം നദീ തടങ്ങളിലൊക്കെ ഇറങ്ങിയുള്ള കുളി, അതുപോലെ തന്നെ വിനോദങ്ങൾ, ഈ തുണി അലക്കാൻ പോകുന്നതൊക്കെ തന്നെ ഒഴിവാക്കുക എന്ന നിർദ്ദേശവും കൂടി വരുന്നുണ്ട്. അഥവാ അത്തരം സാഹചര്യങ്ങളിൽ പോവുകയാണെങ്കിൽ വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. പല ഇടങ്ങളിൽ, വിവിധ ഇടങ്ങളിലാണ് ഇന്നും മഴയ്ക്കുള്ള ശക്തമായ സാഹചര്യം നിലനിൽക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഈ ജാഗ്രത നിർദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ തെക്കൻ ജില്ലയിലാണ് അതിശക്തമായ മഴയെങ്കിൽ ഈ ആഴ്ചയിലൊക്കെ തന്നെ വടക്കൻ ജില്ലയിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. തൃശൂർ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ജില്ലകളിലും, ഇടുക്കി അടക്കമുള്ള എല്ലാ ജില്ലയിലും വലിയ ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്.